അവൾ ഇറങ്ങി പോയിട്ടുണ്ടാവും. ചെല്ലടാ, ഒന്നും പേടിക്കണ്ട, ചെല്ലടാ. നീ പോ, ധൈര്യമായിട്ട് പോ. ഞങ്ങളിവിടെ ഇല്ലേ? ഞാൻ ഒറ്റ എങ്ങനെ അതെ, പൈസയും കൂടെ വാ. നീ പോയിട്ടോ. പോയി വിജയിച്ചു വാ. എടാ, അപ്പൊ സൂക്ഷിച്ചത് എന്തായാലും കാണും. എടാ, നമുക്കൂടെ ഒന്ന് പോയി നോക്കിയല്ലോ. പോയാലോ? എന്താ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പോയാ എന്നാ പോയി മുള്ളു. അവൻ പോയോ? ഇനി അതിലേ പോകും. നീ ഇന്ന് വരും എനിക്ക് അറിയാമായിരുന്നടാ. നീ എന്താണ് എലിയും പൂച്ച കളിക്കുന്നടാ? അടി വരുന്നടാ. മാറ്. അയ്യോ, അയ്യോ ചേട്ടാ, ചേട്ടാ എന്ത് പറ്റിയേട്ടാ? എഴുന്നേക്ക. അതെ, ഇന്നലെ രാത്രി ഇവിടെ നടന്ന വല്ല അറിഞ്ഞായിരുന്നോ? രാത്രി സൂചിച്ചനെ കാണാൻ പോയിട്ട് എന്തായി? വാതില് വരെ പോയി. എന്നിട്ടോ? മുള്ളിക്കൊണ്ട് നിന്നപ്പോ ഒരു ശബ്ദം കേട്ടു. അപ്പോഴേ ഞാനിങ്ങ് തിരിച്ചു പോയി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓ, നടക്കട്ടെ നടക്കട്ടെ. ഓ അല്ല, തലക്കൊക്കെ ഒരു പെരുപ്പ്. Maya's birthday today. നേരം കളയാതെ ക്ലാസ് പോടാ. അങ്ങനെ ടിൻഡു മോൻ കൊലയായി വന്നപ്പം എന്നടി മിണ്ടായി അവിടെ ഇവിടെ നോക്ക്. അങ്ങനെ ടിൻഡു കൊലയായിട്ട് വന്നപ്പം എന്താ അവിടെ ഒരു യോഗം കൂടുതൽ? അറിയില്ല മാം. അങ്ങനെ ഈ ആഴ്ചയിലെ കോമഡിയും തീർന്നു. ഇനി അടുത്ത ആഴ്ച കാര്യം എന്തായാലും മോനായി മാസി വായിക്കുമ്പോ കേൾക്കാൻ നല്ല രസമാ. ഉള്ളതന്നെ. ശേ, ഇതറിഞ്ഞായിരുന്നെങ്കിൽ അടുത്ത ആഴ്ചത്തെ മാസം കൂടെ നമ്മൾ ഇന്നേ വാങ്ങില്ലായിരുന്നോ? ഒരു തമാശ. ഇതിനേക്കാൾ രസമായിട്ട് ഞാൻ വായിച്ചു തന്നാലോ? അയ്യോ, എല്ലാരും എന്നെ ചുറ്റിന്നോ. ഇത്രയും ഗോപികമാരെ ചുറ്റും നിർത്തി കഥ പറഞ്ഞു കൊടുക്കുന്ന ഈ കൃഷ്ണൻ ഏതാണാവോ? ഒന്ന് മറിക്കേ. സി മിസ്റ്റർ ആൻഡി, ഐ നോട്ട് കൃഷ്ണൻ, ഐ ആം മോനായി. പോയില്ലല്ലോ ക്ലാസ്സിൽ. പിന്നെ നാളെ കാണാം. തന്റെ പേരെന്താന്നാ പറഞ്ഞത്? മോനായി. താൻ ഏത് ഡിപ്പാർട്ട്മെന്റാ? അങ്ങനൊന്നും ഇല്ലെന്നേ, എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റാ അല്ലേ? ആദി, നിന്റെ കസിൻ മോനായില്ലേ? അവനെ പ്രിൻസി പൊക്കി. എന്തിനാന്നും അറിയത്തില്ല, പൊക്കിക്കൊണ്ട് പോന്നാണ്ട്. അവസാനം ബദാം മുറിച്ചിട്ടതിന് ശേഷം 30-40 മിനിറ്റ് കൂടി വേവിച്ചാൽ ഈന്തപ്പഴ കേക്ക് റെഡി. ഇത്രേ ഉള്ളൂ? പിന്നല്ലാതെ. ഞാൻ വായിക്കാമേ. ആദ്യം മുട്ട, പിന്നെ പഞ്ചസാര, ഇതിന്റെ കൂടെ ഈന്തപ്പഴം, ഏത്തപ്പഴം എന്നിവ അരച്ചെടുക്കാം. അതെ, ഏത്തപ്പഴം പുഴുങ്ങിയതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടോ? പിന്നെ ഓഹോ, ഏത്തപ്പഴം പുഴുങ്ങിയതായിരിക്കണം. ഇതിനുശേഷം എണ്ണയും സോഡാപ്പൊടിയും മൈദയും തേങ്ങയും വേറെ കുഴക്കണം. ശരിയല്ലേ? എണ്ണ സൂര്യകാന്തിയുടെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈന്തപ്പഴവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് അരച്ചെടുത്തതും
എണ്ണയൊഴിച്ച് കുഴച്ചെടുത്തതും കൂടി ഒന്നിച്ച് ചേർത്ത് നെയ്യൊഴിച്ച് വേവിച്ചെടുക്കണം. അതാണ്. അവസാനം കുറച്ച് ബദാം കൂടി മിക്സ് ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എളുപ്പല്ലേ? അതാ. എന്താടോ? എന്താടോ? അപ്പൊ അത് മാം മോനായി. ഓ, ഇയാളെ തിരക്കിയാണോ? ആ ഇയാള് കൊള്ളാം കേട്ടോ. താങ്ക് യു. തന്റെ കൂടിയ താമസം? അതെ മാം. ഇയാള് നല്ല കുക്കാണല്ലോ. അപ്പൊ ശരി മോനായി, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണേ. പിന്നെ ഞാനിവിടെ തന്നെ കാണും. ഇനിയും വരുമ്പോ കോഴിക്കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചത്. കോഴിക്കാട്ടോ? കോഴിക്കാട്ടം അല്ല, പിന്നെ കോഴിക്കൊണ്ടാട്ടം. ഓ പോട്ടെ. ശരി ശരി, ആയിക്കോട്ടെ. അപ്പോ ഈന്തപ്പഴത്തിന്റെ കൂടെ തേങ്ങാപ്പാലാണോ അതോ ശർക്കരയുടെ കൂടെ മോരാണോ? അപ്പൊ ഇതാണല്ലേ നീ പറഞ്ഞ മോൾ. നീ അവളെ വിളിച്ചു നോക്കിയേ. ആര്? മോളെ? മോളോടെ? ഇവനെന്താ കണ്ണി ആ, സൂക്കാണ്. നീ എവിടെയാ? കൂളിംഗാ, കൂളിംഗ്. ഞാനിവിടെ എത്തി. കൂളിംഗ് ഗ്ലാസ് അല്ലേ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വാ. ഓക്കെ കമോൺ ബ്രോ. ഹായ്. എവിടെ ഓ, മോനായി ഉണ്ടല്ലോ കൂടെ. അറിഞ്ഞോ, മോനായി എന്ന് പ്രിൻസ് പൊക്കി. എന്നിട്ട് പ്രിൻസി അവസാനം എന്റെ ശിഷ്യയായി. ഇതാണ് ഞാൻ പറയാറുള്ള സെലീന. ഓ, ആ, ഇത് മാത്യൂസ്, ഞങ്ങളുടെ സ്വന്തം മാത്തൻ. അതെ മാത്യു. അത് ഫൈസി, അന്ന് ഞാൻ പറഞ്ഞ ആള്. അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേക പറച്ചില്? പ്രത്യേകിച്ച് എന്ത് പറയാൻ, ഇത് ഫൈസി ആണെന്ന് പറഞ്ഞതാണേ. അപ്പൊ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോരാ. വാടാ. വാടി സുന്ദരി. ഫൈസി ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴും സുന്ദരിമാരുടെ വിളികളൊക്കെ വരാറുണ്ടോ? അത് പിന്നെ ചുമ്മാ തമാശക്ക്. പ്രായത്തിൽ മൂത്ത സുന്ദരിമാരോടാണല്ലേ താല്പര്യം കൂടുതൽ. അയാൾക്ക് വിഷമമായോ? നീ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു. അപാര തൊലിക്കട്ടി അവന്. ഇതൊന്നും ഏക്കില്ലെന്നേ. നിങ്ങൾ വാ. എന്നാലും ആ സെലീന എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണ്? പ്രത്യേകിച്ച് ഒന്നും വിചാരിച്ചാണല്ല. ഇല്ല. നിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയ മറ്റൊരു അത്രേ ഉള്ളടാ. അത്ര ഉള്ളല്ലേ? എന്നാ അത് ഞാനല്ല. അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? ഫൈസി, നിന്നെ ഒരുത്തി തല്ലിട്ട് നീ ചുമ്മാ നോക്കിക്ക. ആഹാ, അങ്ങനെയായോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നു വന്നൊരു വിലയില്ലാണ്ടായോ? വടമോനായി നമുക്ക് ചോദിക്കാം. വേണ്ട. എന്താ? എന്താ വേണ്ട. അതെന്താ? വേണ്ട. എന്താന്ന്? എടാ, 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ ഒരു പെണ്ണുപോയ 2 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. നിന്നെ ഏതെങ്കിലും ഒരുത്തി തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിൽക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ? എന്താ കാര്യം? എന്താടാ? എന്താടാ? അത് പിന്നെ പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ് ഇവൻ നമ്മളെ പടത്തിന് വിളിച്ചോണ്ട് പോയിട്ട് ഇവന്റെ ചെലവ് കൊണ്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. അതിരിക്കട്ടെ, ഈ ചായയുടെയും കടിയുടെയും കാശ് ആര് കൊടുക്കും? നീ കൊടുക്കും. എന്റെ കാശൊന്നുമില്ല. അതങ്ങേ അഞ്ചലിനപ്പുറം പോയി പറഞ്ഞാ മതി. നീ കൊടുക്കും. നീയേ കൊടുക്കൂ. ഏലെന്നൊക്കെ പെട്ടിയുടെ കീറിന്നൊക്കെ പെട്ടി. അളിയാ ഫൈസി, ഞാൻ നിന്നോട് പറയാറുള്ള സാധനമല്ലേ ദോണ്ട നിൽക്കുന്നു. എങ്ങനെ ഉണ്ടായിട്ടോ? അതേടാ, അവള് തന്നെ. അവളുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വല്യപ്പനെ കണ്ടോ? അതാരാ? അവളുടെ അപ്പനാണോ? അങ്ങനെ അവള് ട്യൂൺ ചെയ്യുവാടാ. നോക്ക്, ശരിക്കും നോക്ക്. കിളവന്മാർക്കാണോ ഇപ്പൊ ഡിമാൻഡ്? അളിയാ, ആ കൂട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? അതൊക്കെ ഉണ്ട്. മോനെ ജോർജേ, നീ ചായയുടെ വേണ്ട കാശ് കൊടുക്ക്. ബൈക്ക് എടുത്ത് റെഡി ആയിട്ടേക്ക്. ഇക്കാക്ക് ലേശം പണിയുണ്ട്. അതെ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? ഓ, ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം. അത് വിട്, പോയാലോ? ചേച്ചി നോക്കുവൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. 1000 തരേണ്ടി വരും. 1000 കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടെ കയറിയോ? അപ്പുറത്ത് കിടക്കണം. കയറിയോ, വേഗം കയറിയോ. പോ. പറ്റുമോ? എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്ക് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. തൊലിക്കട്ടി തന്നെ. താങ്ക് യു. വെയ് വെയ്. വേറെ സാധനം.